അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമെടുത്തതോടെ കോട്ടയം ജില്ല കടുത്ത പ്രതീക്ഷയിലാണ്. 1997-98 വർഷത്തെ കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റിലാണ് ശബരി റെയിൽപാത സംബന്ധിച്ച് ആദ്യമായി പ്രഖ്യാപനമുണ്ടായത്. അങ്കമാലി ശബരി റെയിൽപാത 111 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വിഭാവനം ചെയ്തത്. കാലടി മുതൽ രാമപുരം വരെയുള്ള 70 കിലോമീറ്റർ ദൂരത്തിലെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ സർവേ നടത്തുകയും ചെയ്തു. കാലടി വരെ 8 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ ലൈൻ നിർമ്മിച്ചെങ്കിലും പിന്നീട് പദ്ധതി മുന്നോട്ട് നീങ്ങിയില്ല. ഇപ്പോൾ പാത നടപ്പാക്കാൻ റെയിൽവേ അനുമതിയായതോടെ 27 വർഷമായി തുടരുന്ന അനിശ്ചിതത്വത്തിനാണ് വിരാമമാകുന്നത്. റെയിൽവേ വിദഗ്ധ സംഘം ജൂലൈയിൽ സ്ഥലം സന്ദർശിക്കുമെന്ന സൂചന ലഭിച്ചതോടെ മലയോര ജനത ആഹ്ലാദത്തിലാണ്. നിലവിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ലെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി 416 ഹെക്ടർ ഭൂമിയാണ് ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടത്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഈ പ്രൊജക്ടിന്റെ ചെലവ് 3810 കോടി രൂപയാണ്. ഇതുവരെ 264 കോടി രൂപ പദ്ധതിക്കായി ചെലവഴിച്ചു. അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് രാമപുരം റെയിൽവേ സ്റ്റേഷൻ വരെ 72 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 2125 കുടുംബങ്ങളുടെ ഭൂമിയിലാണ് ശബരി റെയിൽ പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പും റെയിൽവേയും ചേർന്ന് കല്ലിട്ട് തിരിച്ചിരിക്കുന്നത്. ശബരി പാതയുടെ പദ്ധതി ചെലവ് 1997-ൽ 540 കോടി രൂപയായിരുന്നത് നിർമ്മാണം നീണ്ടതോടെ 2017-ൽ 2815 കോടി രൂപയായി. ഈ പ്രോജക്ടിന്റെ ചെലവാണ് ഇപ്പോൾ 3810 കോടി രൂപയിൽ എത്തി നിൽക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനും പദ്ധതിയുടെ ചെലവ് പങ്കിടുന്ന കാര്യത്തിലും തീരുമാനം വൈകിയതോടെ 2019-ൽ റെയിൽവേ പദ്ധതി മരവിപ്പിച്ചു. അങ്കമാലി മുതൽ കാലടി വരെ 7 കിലോമീറ്റർ പാത നിർമ്മിച്ചത് മാത്രമാണ് ബാക്കി. 2021-ൽ കിഫ്ബി വഴി പദ്ധതി നടപ്പാക്കാൻ കേരളം കത്ത് നൽകിയെങ്കിലും എസ്റ്റിമേറ്റ് പുതുക്കാനാണ് റെയിൽവേ ആവശ്യപ്പെട്ടത്. ശബരിമലയുടെ കവാടമായ എരുമേലിയിലേക്ക് റെയിൽപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമായാൽ എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ മലയോര മേഖലകളിൽ വികസനത്തിന്റെ പുതുവെളിച്ചമെത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. റെയിൽവേ കടന്നു ചെന്നിട്ടില്ലാത്ത കേരളത്തിന്റെ മലയോര മേഖലകളിൽ 14 റെയിൽവേ സ്റ്റേഷനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ഇടുക്കി ജില്ല നിർദ്ദിഷ്ട ശബരി വിമാനത്താവളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും റെയിൽവേ കണക്ടിവിറ്റി ലഭിക്കും. രാമപുരം മുതൽ എരുമേലി സ്റ്റേഷൻ വരെ ഏരിയൽ സർവേ മാത്രമേ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി റോഡ്, എരുമേലി എന്നീ സ്റ്റേഷനുകളാണ് നിർദ്ദിഷ്ട പാതയിലുള്ളത്. 111 കിലോമീറ്റർ നീളമുള്ള പാതയിൽ 7 കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിന് കുറുകെ 1 കിലോമീറ്റർ പാലവും ഇതുവരെ പണിതിട്ടുണ്ട്. പദ്ധതിക്കായി ആകെ വേണ്ട 303.58 ഹെക്ടറിൽ ഇതുവരെ 24.40 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലമേറ്റെടുപ്പ് ജൂലൈയിൽ ആരംഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.